ஊருக்கு ராஜாதி ராஜா வீரபாண்டிய முத்து கவுண்டருடே பிறந்த நாள் தாண்ட கொண்டாடுறதே. இந்த ஊருக்கு ராஜா வீரபாண்டிய முத்து கவுண்டர். இது என்னுடைய அருமை மகள் பவுளோ. அப்பா நிறுத்துக்கடா, இது என்னுடைய ஏம்பக்கோ. அப்பா അപ്പാവോടെ പിറന്ന നാൾക്ക് നമ്മ ഊരിലെ എല്ലാ സെലിബ്രിറ്റീസും എത്തുമെന്നാ ആ ഇവന്റുകാരൻ പറഞ്ഞിരിക്കുന്നത്. കണ്ണപ്പാ, ചിന്നപ്പാ, തങ്കപ്പാ, പടയപ്പാ, മുനിയപ്പാ, என் பிறந்த நாள் ஆഘോഷം ஏற்ற அந்த திருட்டு இவன்றுக்காரரு எங்கடா? கூப்பிடுங்கடா அவனை. ഏയ് ഞാനിവിടെ ഉണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? എടോ ഇവന്റുകാരാ, എന്റെ അപ്പാവുടെ പിറന്നനാൾക്ക് എല്ലാ സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരാമെന്ന് ഏറ്റത് താനാ. എന്നിട്ട് എല്ലാരും എങ്കേ? ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അവര് മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിരിക്കും. ഇനി ആരും വന്നില്ലേലും ഞാനിവിടെ തൂണുപോലെ നിക്കല്ലേ. താനോ? അത്യാവശ്യം പാട്ട് പാടും, അത്യാവശ്യം ഡാൻസ് കളിക്കും, അത്യാവശ്യം കോമഡി ചെയ്യും. അതിന് താൻ പാടണമെന്ന് ഇവിടെ ആർക്കാ ഇത്ര അത്യാവശ്യം? എന്താടോ താൻ എന്റെ അച്ഛന് രാവിലെ കലക്കി കൊടുത്തത്? സ്വീറ്റ് കോണിന് നല്ല ഒന്നാം തരം സൂപ്പാണോ അതോ സോപ്പാണോ? എന്ത് പറ്റി? രാവിലെ മുതൽ അച്ഛൻ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. ഗസ്റ്റുകളൊക്കെ വരാറുമായി. VIPസിന്റെ മുമ്പിൽ വെച്ച് അച്ഛന് കക്കൂസി പോണെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കാ, അറിയാവോ? എന്റെ പൊന്നടാവേ, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നായി പറയണേ? അതെ, കക്കൂസി പോണോന്ന് പറയുന്നതിന് പകരം ഒരു കോഡ് പറഞ്ഞാ മതി. കോഡ് പറഞ്ഞിട്ട് പോകാൻ പുള്ളി കള്ളക്കടത്തിനൊന്നും അല്ലല്ലോ പോണേ, കക്കൂസിലേക്കല്ലേ പോണത്. ഉയർവ് വേണമെന്നാ എനിക്കൊരു കോഡ് ചൊല്ലിക്കൊടുക്കുക. ഇനി കക്കൂസി പോണെന്ന് തോന്നുമ്പോ എനിക്കൊന്ന് പാടണം എന്നങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലോ, അത് നല്ല കോഡല്ലേ. ഈ സമയത്ത് ഇത്ര പവർ കൊടുക്കല്ലേ. എനക്കൊരു പാട്ട് പാടണം. ആ അത് കറക്റ്റ്, അത് കറക്റ്റ്. വാ വാ വാ, സൈഡിൽ കൂടെ വാ. തുമ്മുകയോ ചുമക്കുകയോ ചെയ്യരുത്. അതെ, എന്റെ ഭർത്താവ് അറിയരുത്. ഭർത്താവ് അറിയരുതെന്നോ? അങ്ങനെ വഴിക്കുക. ഭർത്താവ് അറിയാതെ കാര്യങ്ങൾ നീക്കാൻ ഞാൻ മിടുക്കനാ. താനെന്താ ഉദ്ദേശിച്ചത്? അല്ല, ഭവതി എന്നെ ഉദ്ദേശിച്ചത്. എടോ, തന്റെ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മേ എന്റെ ഭർത്താവ് അറിയരുത്. അറിഞ്ഞാലേ അങ്ങേര് തന്നെ തല്ലിക്കൊല്ലും. അയ്യേ, അതായിരുന്നോ? അയ്യോ, ദാ വരുന്നു. കൊച്ചോള കിടിയേ മഴ കാടുകഴുകോ. ഹലോ ഹലോ, ഞാനാണ് ശരിക്കും യഥാർത്ഥൻ. ബാക്കിയുള്ളവന്മാരെന്താ വരത്തന്മാരാണോ? ഒറിജിനൽ, ശരിക്കും യഥാർത്ഥൻ, ഇവിടുത്തെ മൂത്ത മരുമോൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കാൻ പാടില്ല. എനിക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ പിടിച്ചാ കിട്ടത്തില്ലെന്ന്. അയ്യോ, ഒന്ന് പോയിട്ട് വന്നപ്പോ ரொம்ப സന്തോഷം. അയ്യോ, അമ്മായിപ്പൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എനക്കൊന്നു കക്കി ഇവിടെ എല്ലാം മാറ്റിക്ക്, ആൾക്കാർ വരാനുള്ള. എനക്കൊന്നു തൂത്തുവാരുവാണെങ്കിൽ ഓക്കെ. അത് പറയരുത്, അത് പറയരുത്. എനക്കൊന്ന് പാടണം. ഇപ്പൊ കറക്റ്റായി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ലിസൺ മീ. എല്ലാരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്റെ അമ്മായിപ്പിനെ ഒന്ന് പാടണമെന്ന് ആരെങ്കിലും ഒരു കരയൊക്കെ. ആളെ കൂട്ടരുത്, നാട്ടക്കേസാവും. നിനക്ക് എന്നത്തിന്റെ സൂക്കട വളർക്കാ. നാട്ടക്കേസോ? അപ്പൊ എന്റെ അമ്മായിപ്പൻ ചീഞ്ഞ പാട്ടാണോ പാടാൻ പോകുന്നത്? ഈ പുള്ളി ഈ പാട്ടെന്ന് പറയുന്ന ഒരു കോഡാണെന്ന്. എന്തിന്റെ കോഡ്? ഈ അയ്യേ, എന്നാ അമ്മായിപ്പം പോയി പാടിയിട്ട് വന്നാ മതി. വേണ്ട, എന്റെ പാടാനുള്ള മൂഡ് അങ്ങ് പോയി. അതെങ്ങനെ ശരിയാവും മാമ? ഈ പാട്ട് വാ കൊണ്ട് പാടാൻ പറ്റുമോ? മൂഡ് തന്നെ വേണം, മൂഡ് ശരിയാക്ക്.
എടോ ഇവന്റ് മാനേജ്മെന്റുകാരാ, താൻ അറേഞ്ച് ചെയ്ത VIPs ഒക്കെ എവിടെയാ? ഈ വെണ്ടമണി ഞാൻ വിചാരിച്ച ഏത് VIPs വരാനാ? ഷാരൂഖ് ഖാൻ മുതൽ തെസ്നി ഖാൻ വരെയുള്ള VIP-കളാണ് ഞാൻ ഇറക്കാൻ പോണത്. അപ്പൊ ആരൊക്കെയാ വരുന്നത്? ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മുഖ്യ വേഷം ചെയ്ത ഒരാളാണ് ആദ്യം വരാൻ പോകുന്നത്. അയ്യോ, അപ്പൊ ലാലേട്ടൻ. നീ കണ്ണിനകത്ത് കൃഷ്ണമണി അല്ലേ? തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളു. അയ്യോ തുള്ളല്ലേ, ലാലേട്ടനല്ല വരുന്നത്. പിന്നെ ആരോടാവേ? മോഹൻലാലിനെ ആ സിനിമയിൽ സംഗീതം പഠിപ്പിച്ച ഉസ്താദ് ബാദുഷാ ഖാൻ. നമസ്കാരമുണ്ട്, നമ്മളാണ് ഉസ്താദ് ബാദിഷാ ഖാൻ. ഇങ്ങനെ ഒരാളെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല. ഇത് ഇവന്റെ ഉടായിപ്പാണ്. എനിക്കങ്ങനെ ഉടായ്പ പറയേണ്ട കാര്യമൊന്നുമില്ല. ആ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒടുവിൽ ഗുരുവിന്റെ കവറിൽ പച്ചമണ്ണ് വാരിയിട്ടെന്ന് പറഞ്ഞില്ലേ, ആ കവറാണ് ദേ ഈ കവർ. കവറോ? ആ പച്ചമണ്ണാണ് ഈ പച്ചമണ്ണ്. ദേ A ക്ലാസ് ഭാങ്. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരുന്നില്ലേ? എടാ ഉടായിപ്പേ, എന്റെ അമ്മ ഇപ്പൊ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയതെല്ലാം അടിച്ചു മാറ്റാൻ വന്ന ഉടായിപ്പല്ലോടാ നീ. ഷാജിയേട്ടാ, ഇതെന്റെ പിള്ളേരാ സാറേ, അങ്ങ് വിട്ടേക്ക. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. ഇത് യാര്? വലിയ ഗുണ്ടയാന്നാ പറയുന്നത്. പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഞാൻ വന്നേ, ഇതൊന്ന് കുനിഞ്ഞെടുത്തേ. അയ്യോ, വലിയ ഗുണ്ടയാന്നും പറഞ്ഞ ഞെളിഞ്ഞു പിടിച്ച് വന്നതാ. കുനിഞ്ഞൊരു കോയിലെടുക്കാൻ പോലും അവന് പറ്റുന്നില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതങ്ങനെ അങ്ങ് പോയത് വളരെ നന്നായി. ഗൗണ്ടറെ, വലിയൊരു പൂക്കച്ചവടക്കാരൻ ഗൗണ്ടറെ കാണാമെന്ന് നിൽപ്പുണ്ട്. വര ചൊല്ല്. நான் சாருக்கு ஒரு gift கொண்டு வந்திருக்கேன். மலையாவில் நின்று ജാസ്മിൻ വസന്തമുല്ല. ഇതെന്താ ഉണക്കമുല്ല പൂവോ? അത് പിന്നെ മലയായിന്ന് ഇവിടം വരെ വരുമ്പം അത് പിന്നെ ഉണങ്ങിപ്പോവില്ലേ? ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം പുള്ളി ഇവിടെ വരെ വരുത്തില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. நான் அங்கூர் ராவுத் സർ, ഇത് ഗവൺമെന്റ് ഓർഡർ. കാട്ടിലെ മരം മുറിക്കാൻ ഇത് ധാരാളം അപ്പോത്. ആഹാ, അപ്പൊ പുള്ളിക്കാരൻ മരം മുറിക്കാൻ വന്നതാണോ? നിങ്ങൾക്ക് അർത്ഥം മുറിച്ചെല്ലാം പറയാം. ആനാ ഞങ്ങൾ കച്ചവടക്കാർ ഒരു സ്ഥലത്തും മുറിച്ച് നിൽക്കില്ല. നമുക്ക് ചില വിട്ടുവീഴ്ചകളെല്ലാം ആവാം. എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം. ഈ തൽക്കാലം ഇപ്പൊ റാവുത്തർ പോയാട്ടെ. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, കതറാണേലും ശരി. അയ്യോ, എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹ. പറ്റില്ല എന്ന് പറയരുത്. എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ഡാൻസ് കളിക്കണം പ്ലീസ്. പക്കത്ത് വീട്ടിലെ റോസാമ്മ പെണ്ണേ, കണ്ടാ നല്ലൊരു ഡിസ്കോന്ത്രി പെണ്ണേ, ബെൽ ബോട്ടം പാൻസും ഇട്ട് ഹൈ ഹീല് ഷൂസും ഇട്ട് കുതിര പോലെ കുത്താടും പെണ്ണേ, ലാലേ 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 ലാലാ ലാലേ 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 ലാലാ ലാലേ ലാലാ. ഇത്രയും പേരെ ഞാൻ കൊണ്ടുവന്നിട്ടും കൗണ്ടറിന്റെ മോന്ത തന്നെ ഇങ്ങനെ കടന്നിൽ കൊത്തി പോലെ ഇരിക്കണേ. എന്താ മുഖത്ത് തെളിയാത്തെ? എൻ മൂഞ്ചി ഇപ്പടിത്താൻ ഇരിക്കും. പരിപാടി തീർന്നേക്കുമ്പോ ഒരുപാട് വർത്തമാനം പറയട്ടോ. കാണാൻ വേണ്ടി എല്ലാവരെയും ഞാൻ കണ്ടു, പക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരെ ഞാൻ കണ്ടില്ല. അതാണ് ആരാണാവോ ഈ പ്രധാനപ്പെട്ട 2 പേർ? പെരിയ നടികർ മോഹൻലാൽ, പിന്നെ സിൽക്ക് സ്മിത. അവരെ 2 പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൗണ്ടർക്ക് വേണ്ടി അവന് നല്ല കിടുക്കൻ ഡാൻസ് ഇവിടെ കളിക്കും. കറുമ്പി മാടി വിളിക്കുന്നു മാറത്തെ മാമ്പുള്ളി ചുണങ്ങ് പുള്ളി ചുണങ്ങ്. കൊഞ്ചടി 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 ആറ്റുമുത്ത്. ലാൽ സാർ,
உங்களோட டான்ஸ் எனக்கு ரொம்ப இஷ்டப்பட்டு இது என்னுடைய ஒரு சമ്മാനം. എന്താ ഇത്? നിങ്ങൾക്ക് ഇപ്പോ ഇല്ലാത്തതെന്തോ അത്. അതാണ് കാണപ്പെടാത്. മോഹൻലാലിന് മാത്രമുള്ള ഗിഫ്റ്റ്. സിൽക്ക് സ്മിതയ്ക്കല്ലേ ഗിഫ്റ്റ്? സിൽക്ക് സ്മിത ഇങ്ങ വാങ്ങേ. നിങ്ങൾക്കുള്ളത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഒരു മഞ്ചൾ ചരട് താലി. അമ്മായിയച്ചോ, എന്തുവാ ഉദ്ദേശം? ഞാൻ இந்த സിൽക്കിനെ കെട്ടാൻ തീരുമാനിച്ചു. എൻ പൊണ്ടാട്ടി മരിച്ചിട്ട് 12 വർഷമാச்சு. அதுக்கு ശേഷം എൻ മകൾ അനാഥ. തായില്ലാമൽ വളർന്ന എൻ മകൾക്ക് ഒരു അമ്മയെ വേണം. ആ അമ്മ താൻ இந்த സിൽക്ക് സ്മിത. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം. അതാവുമ്പം ഈ വർക്കും നമ്മുടെ കമ്പനി അങ്ങ് നടത്താലോ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. അതെന്ത് വർത്താനേ പറയണേ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് കൂട്ടിന് ഒരു അമ്മേനെ നിങ്ങളുടെ അച്ഛൻ കൊണ്ടുതന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്റെ അമ്മ മരിച്ചിട്ടേ ഇപ്പൊ 12 വർഷമായി. എല്ലാ ബർത്ത്ഡേക്കും എന്റെ അപ്പ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞ് വീട്ടിലിപ്പൊ 11 അമ്മമാരായി. ഒരമ്മയെ കൂടെ താങ്ങാൻ എനിക്കിനി വയ്യ. ഭയത്തുട ആദരവ്